ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള കുറെ പോസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഈ ഒരു പോസ്റ്റേഴ്സിൽ യൂസ് ചെയ്യണ ഈ ഒരു മലയാളം ടെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തെടുക്കാം നോക്കാം. കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു ഫോൺസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് ഈ ഒരു വീഡിയോയുടെ കമന്റിൽ ഫോണ്ട് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടാൽ മതി. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം DMലേക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ലിങ്ക് വരുന്നതാണ്. സോ ആ ഒരു ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഫോൺസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ആ ലൈറ്റ് മോഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇതുപോലുള്ള കളറ് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. സോ അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ പേജ് ഫോളോ ചെയ്തിട്ട് എല്ലാവരും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ആ ഒരു വീഡിയോയ്ക്ക്. കൂടാതെ ഈ ഒരു ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ അലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കാം. അലൈറ്റ് മോഷനിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട ടെക്സ്റ്റ്, മലയാളം ടെക്സ്റ്റ് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ അവിടെ ആരവെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാണ്. സോ ഈ ഒരു ടെക്സ്റ്റിൽ നമുക്ക് ആര എഫക്റ്റുകളൊക്കെ കൊണ്ടുവരാം. ഓക്കെ, അത് ജസ്റ്റ് കോപ്പി ചെയ്യുക, ക്രോം എടുക്കുക, കോഡ് FM നിന്ന് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന സൈറ്റിൽ ഈ ഒരു കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ അടിയിലെ കോഡ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് നമ്മുടെ ടെക്സ്റ്റിൽ വന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് മലയാളം ഫോൺസ് ഇടയിലാണ്. സോ ഞാൻ 2-3 വീഡിയോസിൽ കാണിച്ചു തന്നായിരുന്നു. ഇതിലും ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് ഫോൺസ് ഇട ചെയ്യാന്നുള്ളത്. അപ്പോൾ വ്യൂ ഫോണ്ട് ക്ലിക്ക് ചെയ്യുക, ആ ഒരു 3 ലൈൻ ക്ലിക്ക് ചെയ്തിട്ട് ഇമ്പോർട്ട് ഫയൽ കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മുടെ സെർച്ചിൽ നമുക്ക് ML എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. സോ ഒട്ടുമിക്ക മലയാളം ഫോൺസിനും സ്റ്റാർട്ടിങ് ML എന്നാണ് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ആ ഒരു മലയാളം ഫോൺസ് ഒക്കെ കിട്ടും. ഓക്കെ, ദെൻ അത് ക്ലിക്ക് ചെയ്യുക, അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കൊരു മലയാളം ഫോണ്ട് ഇവിടെ സെലക്ട് ചെയ്തെടുക്കാം. സോ ഞാൻ ഈ ഒരു മലയാളം ഫോണ്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഇത് ജസ്റ്റ് സൂം ചെയ്ത് ഇത്ര ആക്കി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ എഫക്ട് സെക്ഷനിൽ വരാം. സെർച്ചിൽ നമുക്ക് ഈ ഒരു ഫ്രാക്ചറൽ റിഡ്ജസ് എന്ന് പറഞ്ഞ ഈ ഒരു എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഫസ്റ്റ് കാണുന്ന എവല്യൂഷൻ എന്നുള്ളതിൻ്റെ വാല്യൂ നമുക്ക് ജസ്റ്റ് ഒന്ന് 52 ആക്കി കൊടുക്കാം. 0.52 ആക്കി കൊടുക്കാം. ഓക്കെ, ഇനി നേരെ നമുക്ക് അടിയിലുള്ള സ്കെയിലിൻ്റെ വാല്യൂ 1 തന്നെയാണ്. നേരെ അതിൻ്റെ അടിയിലുള്ള സ്ട്രെച്ചും നമുക്ക് മാറ്റമൊന്നും വേണ്ട. അതിൻ്റെ അടിയിലുള്ള ഒരു ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞ ടൂൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫുൾ ആക്കി കൊടുക്കാം. ഓക്കെ, ഇൻറ്റൻസിറ്റി നമുക്ക് ഫുള്ളാക്കി കൊടുക്കുക. ദെൻ സ്പീഡിൽ മാറ്റമൊന്നുമില്ല. ഇനി നമുക്ക് കളറാണ്. ഓക്കെ, കളറിൻ്റെ അവിടെ നമുക്ക് ഇഷ്ടമുള്ള കളർ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റിൽ നമ്മൾ മിക്കതും ഇപ്പോൾ റെഡ് ആണെങ്കിൽ റെഡിൻ്റെ ഡാർക്ക്, ഇപ്പോൾ യെല്ലോ ആണെങ്കിൽ യെല്ലിൻ്റെ ഡാർക്ക് കൊടുക്കുക, യെല്ലോയുടെ ഡാർക്ക് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ഫസ്റ്റ് യെല്ലോയുടെ ഡാർക്ക് കൊടുത്തിട്ടുണ്ട്. അടിയിലായിട്ട് നമുക്ക് ആ ഒരു യെല്ലോയുടെ തന്നെ ചെറിയൊരു ലോ ഫെയ്ഡ് ആയിട്ടുള്ള ഒരു യെല്ലോ കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ റെഡ് ആണെങ്കിൽ റെഡിൻ്റെ ഒരു ലോ ആയിട്ടുള്ള റെഡ് കൊടുക്കാം. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഒറ്റ വ്യൂസ് എന്നുള്ള ഒരു ടൂള് ജസ്റ്റ് ഒന്ന് ഫുള്ളാക്കി കൊടുക്കാം, 9 ആക്കി കൊടുക്കാം. ശേഷം നമുക്ക് മേലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ എവല്യൂഷൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ആ ഒരു ആ ഒരു യെല്ലോയുടെ ഷെയ്ഡ് നമുക്ക് വരുന്നതാണ്, ആ ഒരു ഡാർക്ക് ഷെയ്ഡൊക്കെ മാറുന്നതാണ്. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ ഒരു രീതിയിൽ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സെറ്റിങ്ങിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു സിമ്പിളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ട്രാൻസ്പെറൻറ്റ് എന്ന് കാണും. ഓക്കെ, ആ ഒരു ട്രാൻസ്പെറൻറ്റ് ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് PNG ആയിട്ട് എക്സ്പോർട്ട് ചെയ്തെടുക്കാനാണ് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ആക്കണത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്പെറൻറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ദെൻ അടിയിലുള്ള ആ ഒരു ടെക്സ്റ്റിൻ്റെ കളർ ബ്ലാക്ക് ആക്കി കൊടുക്കുക. ശേഷം നമുക്ക് എവിടെ നിന്നാണ് ആ ഒരു 3D എഫക്റ്റ് വേണ്ടത് അവിടേക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് മൂവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മേലോട്ട് ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് ആക്കി കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടത്തിന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മുടെ ആ ഒരു ടെക്സ്റ്റിന് സ്പേസിങ് വേണമെന്ന് വെക്കാം. ഓക്കെ, ആ ഒരു ലെറ്റേഴ്സ് തമ്മിലുള്ള സ്പേസിങ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു എഫക്ട് സെക്ഷനിൽ വരാം. ടെക്സ്റ്റ് സ്പേസ് എന്നുള്ള ഈ ഒരു ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്യുക. ദെൻ അത് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഇനി അത് തന്നെ നമുക്ക് കോപ്പി ചെയ്ത് അടിയിലുള്ള ആ ഒരു ഫോണ്ടിലും ആ ഒരു ടെക്സ്റ്റിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ഒരു പ്രൊജക്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. സോ ഇത് എക്സ്പോർട്ട് ചെയ്യണമെന്നില്ല, ഇത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താലും യൂസ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യാം. എന്നിട്ട് ഒരു പ്രൊജക്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ടും ഒരു മാവേലിനെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് ചെറിയ രീതിയിലൊന്ന് എഡിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് എഡിറ്റൊക്കെ ചെയ്തിട്ട് അതിലേക്ക് ഈ ഒരു ഫോണ്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് മേലയിലായാലും അടിയിലായാലും എവിടെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സെറ്റാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗോൾഡൻ ടെക്സ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനെ ഈ ഒരു ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.